ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് രക്തദാനത്തെക്കുറിച്ചിട്ടാണ്. പൊതുവേ ഈ രക്തദാനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളും അസോസിയേഷനും വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പം അഥവാ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സർജറിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ക്യാൻസർ പേഷ്യൻസിനോ ഒക്കെ ആയിട്ട് രക്തദാനം വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ പറയും അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ സംഘടിച്ചുകൊണ്ട് വരും. ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെ രക്തം ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും പറയാറുള്ളൊരു കാര്യമാണ്, എനിക്ക് രക്തം തരാൻ പറ്റില്ല, കാര്യം ടാറ്റു അടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ചില ബ്ലഡ് ഗ്രൂപ്പുകൾ അറിയാം. ഇപ്പോൾ ഒ നെഗറ്റീവ്, അതുപോലെ എ ബി നെഗറ്റീവ് പോലെയുള്ള വളരെ റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുണ്ടാവും. അപ്പോൾ നമുക്ക് ബ്ലഡ് ബാങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവിടുന്ന് രക്തം കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. മാത്രമല്ല ഇതിനു മുമ്പ് നമ്മൾ വേറെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പണ്ട് ജോസഫ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ആ സിനിമയിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയവ മാഫിയ വർക്ക് ചെയ്യുന്നതും ഈ ആളുകളെ കൊന്നിട്ട് ഈ അവയവങ്ങളൊക്കെ എടുത്തിട്ട് കടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ജോസഫ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ അവയവദാനത്തിൻ്റെ എണ്ണം തന്നെ ധാരാളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലൈഫ് സേവിങ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും, ഇപ്പോൾ അവയവദാനമായാലും രക്തദാനമായാലും അല്ലെങ്കിൽ ആശുപത്രി സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും പലർക്കും ഒരു മടിയുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എപ്പോഴും പറയുന്ന ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഇപ്പോൾ കേൾക്കുന്ന ഒരു സാധനമാണ്, പ്രത്യേകിച്ച് രക്തദാനത്തിൻ്റെ കാര്യത്തിനകത്ത് കേൾക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ടാറ്റു ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പിയേഴ്സിങ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളൊരു കാര്യം. അപ്പോൾ ഇതിനകത്ത് എന്താണ് വാസ്തവം എന്നുള്ളതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാം എന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ രക്തദാനം എന്ന് പറയുമ്പോൾ എടുക്കുന്ന ആൾ, അതായത് ഡോണറിനും ഏതെങ്കിലും തരത്തിലുള്ള അസുഖം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇയാൾ രക്തദാനത്തിനായിട്ട് പോകുമ്പോഴത്തേക്കും അവർ ബ്ലഡ് എടുക്കുകയും ക്രോസ് മാച്ചിങ്ങിനോടൊപ്പം തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കും, അതായത് HIV ഉണ്ടോ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. അതിനുശേഷം മാത്രമേ രക്തം സ്വീകരിക്കാറുള്ളൂ. അപ്പോൾ ഈ രക്തത്തിനകത്ത് ഈ പറഞ്ഞ അസുഖങ്ങളുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്താണ് ചെയ്യുക? ഈ ടെസ്റ്റ് നടത്തണം. ഈ ടെസ്റ്റ് നടത്തണമെങ്കിൽ നമ്മൾ കൂടുതലും ടെസ്റ്റ് ചെയ്യുന്നത് ആൻറ്റിബോഡീസാണ്. അതായത് ഈ രോഗം ഇൻഫെക്റ്റഡ് ആയാൽ ഉടനെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കിയാൽ മാത്രമേ ശരീരം അതിനെതിരെയുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ആൻറ്റിബോഡീസിൻ്റെ ഇത് ടൈറ്റർ നോക്കിയിട്ടായിരിക്കും തീരുമാനിക്കുന്നത് ഈ അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ HIV തന്നെ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 2-3 മാസത്തിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ആ ബ്ലഡിനകത്ത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത്. ഇതിന് ആ വിൻഡോ പീരിയഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ വിൻഡോ പീരിയഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അയാൾക്ക് ഈ അസുഖമുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഈ ഡോണറിൻ്റെ സേഫ്റ്റിക്കും അതുപോലെ ഇതിൻ്റെ റെസിപ്പിയൻ്റെ ആരാണോ സ്വീകരിക്കുന്ന അവരുടെ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ പിയേഴ്സിങ് എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ നോക്കൂ. ഇപ്പോൾ രക്തദാനത്തിൻ്റെ സമയത്ത് ടാറ്റു അടിച്ചിട്ടുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ തുളയിട്ട് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ കടുക്കനിടുകയോ അല്ലെങ്കിൽ മൂക്കൂത്തി ഉപയോഗിക്കുകയോ, ഇനി ടാറ്റുവിങ് തന്നെ പോലെ തന്നെ വേറൊരു സാധനമുണ്ട് മൈക്രോ ബ്ലേഡിങ്. അതായത് നമ്മുടെ പുരികം സ്ത്രീകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ഷേപ്പൊക്കെ ആക്കാനായിട്ട് ചെറുതായിട്ട് ബ്ലേഡ് ഇട്ട് പോറിയതിന് ശേഷം അവിടെ പിഗ്മെൻറ്റ് വയ്ക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലോ ഒക്കെ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ചില കേസിൽ ഡെൻറ്റൽ സർജറി, ഫേഷ്യൽ സർജറി ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു മെഡിക്കൽ പ്രൊസീജിയറാണ്. ടാറ്റുവിങ് തന്നെ പ്രധാനമായിട്ട് 2 തരത്തിലുണ്ട്. മെഡിക്കൽ ടാറ്റുവിങ് ഉണ്ട്, ബോഡി ആർട്ടും ഉണ്ട്. ശരീരത്തിൽ മൊത്തം പടം വരയ്ക്കുന്നതുകൊണ്ട്, അല്ലാതെ ഇപ്പോൾ വെള്ളപ്പാണ്ട് പോലെയൊക്കെയുള്ള തൊലിപ്പുറത്തുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്യാനായിട്ടും ടാറ്റുവിങ് ഉപയോഗിക്കുക. അത് മെഡിക്കൽ ടാറ്റുവിങ് ആണ്. അത് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് ഏറ്റവും സ്റ്റെറിലൈസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഈ സാധാരണ ബോഡിയിൽ അടിക്കുന്ന ടാറ്റുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് നല്ല ടാറ്റു ആർട്ടിസ്റ്റുകളും ടാറ്റു പാർലേഴ്സും ഉണ്ട്. ഓതറൈസ്ഡ് ആയിട്ട് പുതിയ സ്റ്റെറിലൈസ് ആയിട്ടുള്ള നീഡിൽസും നല്ല മഷിയും ഉപയോഗിച്ച് ചെയ്യുന്ന ടാറ്റു പാർലർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഒന്നും വരില്ല. കാര്യം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ നീഡിൽ പൊട്ടിച്ചെടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള നീഡിലാണ്, നമുക്ക് വേറെ അസുഖങ്ങളൊന്നും വരില്ലെന്ന് ഉറപ്പ് വരുത്താം. പക്ഷേ ഇതല്ലാതെ തന്നെ പലപ്പോഴും ഉത്സവപ്പറമ്പിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ബീച്ച് സൈഡിലോ ഒക്കെ തന്നെ ചെറിയ ചെറിയ പാറ്റേൺസ് വളരെ ചിലവ് കുറച്ച് ചെയ്യുമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഉപയോഗിക്കുന്ന നീഡിൽസ് എത്രത്തോളം ക്ലീൻ ആണ്, അതിനകത്ത് എന്തെങ്കിലും രോഗം വരാനുള്ള രോഗകാരികൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ടാറ്റു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ടാറ്റു പാർലർ ക്വാളിറ്റിയുള്ള സ്റ്റെറിലൈസ് ആയിട്ടുള്ള നീഡിൽ നിങ്ങളുടെ മുമ്പ് എടുക്കുന്ന ടാറ്റു പാർലറിൽ തന്നെ ചെയ്യുക. മറ്റിടത്തൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്, നമുക്ക് തന്നെ അസുഖം വരാതിരിക്കാൻ. ഇനി അതുകൊണ്ടാണ് ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം വെച്ചിരിക്കുന്നത്. അത് തന്നെ ഈ ടാറ്റു ചെയ്തവർ ജീവിതാവസാനം വരെ കൊടുക്കാൻ പാടില്ല എന്നല്ല ഈ നിയമം. ഇതിനകത്തുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്തദാനം നടത്താമെന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ ബ്ലഡ് ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷമാക്കി ആ നിയമത്തെ മാറ്റാനായിട്ടുള്ളൊരു ശ്രമവും കൂടെ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രക്തം കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ 1 വർഷത്തിനകം തന്നെ
ആ സമയത്ത് ടാറ്റു ചെയ്യുന്ന സമയത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. പക്ഷേ FDA പോലെയുള്ള അവിടെ ഇപ്പം US നല്ലൊരു ശതമാനം ആളുകളും ടാറ്റു ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബോഡി ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരോ ഒരുപാട് പിയേഴ്സിങ് ചെയ്യുന്നവരോ ഒക്കെയാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ കുറച്ചുകൂടെ ആ റെഗുലേഷൻ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2-3 മാസം കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ FDA നിയമപ്രകാരമൊക്കെ US വേണമെങ്കിൽ ടാറ്റു ചെയ്യാം. പക്ഷേ നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഇപ്പോൾ എക്സിസ്റ്റിംഗ് നിയമം അനുസരിച്ചിട്ട് 6 മാസം കഴിഞ്ഞാൽ രക്തദാനം ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന പുതിയ നിയമം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ പുതിയ റെഗുലേഷൻ അനുസരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞാൽ ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രക്തദാനം നടത്താമെന്നുള്ളതാണ്. ഇനി രക്തദാനത്തിന് മാത്രമല്ല ഇതുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിയേഴ്സിങ്, ശരീരത്തിൽ എവിടെയെങ്കിലും തുളയ്ക്കുകയാണെങ്കിലോ ഈ പുരികത്തിലൊക്കെ ചെയ്യുന്ന മൈക്രോ ബ്ലേഡിങ് പോലെയുള്ള പ്രൊസീജിയറുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിലോ ഇതല്ലാതെ തന്നെ അക്യുപങ്ക്ചറിന് പോയി ശരീരത്തിലേക്ക് ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിലോ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ പറഞ്ഞ സാധനം ബാധകമാണ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇതിനകത്തൂടെ പകരാൻ സാധ്യതയുള്ളത് കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ്. അതായത് ഹെപ്പറ്റൈറ്റിസ് B, C പോലെയുള്ള രോഗങ്ങളും മാത്രമല്ല HIV എന്ന് പറയുന്ന ആ മാരകമായ രോഗത്തിനുമുള്ള സാധ്യത ഈ നീഡിൽ വഴി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ടാറ്റു ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ബ്ലഡ് കൊടുക്കാൻ വയ്യാത്ത ഒരവസ്ഥയൊന്നുമില്ല. 1 വർഷം അല്ലെങ്കിൽ 6 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്തം കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ടാറ്റു ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കൊടുക്കണം. പലപ്പോഴും പലർക്കും പ്രത്യേകിച്ച് റെയർ ഗ്രൂപ്പായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. മാത്രമല്ല ഈ പലരും പേടിച്ചിട്ട് രക്തദാനം ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാൻ പറ്റില്ല എന്നുള്ള പേടിയുടെ പുറത്ത് ടാറ്റു ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് പോയി ടാറ്റു ചെയ്യുന്നതിൽ തെറ്റില്ല. അത് കഴിഞ്ഞ് 1 വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറയണം.